സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പ്രതീക്ഷയിൽ മുന്നണികൾ. പാലക്കാട്, വയനാട്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾക്ക് പിന്നാലെ കണക്കുകൂട്ടലുകളുമായി രാഷ്ട്രീയ കക്ഷികൾ. വഖഫ് അധിനിവേശം തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് ഇടത് വലത് മുന്നണികൾ. നിർണായകമായ ഉപതെരഞ്ഞെടുപ്പുകൾ 3 മണ്ഡലങ്ങളിലും പൂർത്തിയാകുമ്പോൾ കണക്കുകൂട്ടലുകളിലാണ് മുന്നണികൾ. വഖഫ് അധിനിവേശം ചർച്ച ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമോ എന്ന ആശങ്ക ഇടത് വലത് ക്യാമ്പുകൾക്കുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ആത്മവിശ്വാസവും വഖഫ് അധിനിവേശത്തിലെ ഇടത് വലത് മുന്നണികളുടെ ഇരട്ടത്താപ്പും പുറത്തു കൊണ്ടുവരാനായ ആത്മവിശ്വാസവുമാണ് NDAക്ക് ഉള്ളത്. അതേസമയം ചേലക്കരയിൽ സർക്കാരിനും പ്രതിപക്ഷത്തിനും നിർണായകമാണ്. മണ്ഡലത്തിലെ പ്രചാരണം ശക്തമാക്കിയത് NDAക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത രാഷ്ട്രീയ ചർച്ചകൾക്കാണ് പക്ഷേ പാലക്കാട് മണ്ഡലം വേദിയായത്. നീല ട്രോളി ബാഗും ഹോട്ടൽ റെയ്ഡും ചർച്ചയായി. മണ്ഡലത്തിന് പുറത്തുനിന്ന് സ്ഥാനാർത്ഥിയെ എത്തിച്ചതിലെ അമർഷം കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനുണ്ട്. പാർട്ടി മാറി CPMലേക്ക് എത്തിയ സ്ഥാനാർത്ഥിക്കും മുന്നണിക്കുള്ളിൽ തന്നെ എതിർപ്പുകളുണ്ട്. ഇതും വോട്ടിങ്ങിനെ ബാധിച്ചേക്കും. അതേസമയം മുൻവർഷത്തേക്കാൾ കൂടുതൽ വോട്ട് നേടി NDA മണ്ഡലം പിടിക്കുമെന്ന പ്രതീക്ഷ പാലക്കാട് BJPക്കുണ്ട്. സൂചനകളും അത്തരത്തിലാണ്. വയനാട്ടിലും അപ്രതീക്ഷിത ട്വിസ്റ്റുകൾക്കാണ് സാധ്യത. പെട്ടിയിലായ വോട്ടിൽ കണ്ണും നട്ടിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. ജനം, തിരുവനന്തപുരം.